അല്ല, എക്സിറ്റ് പോള് നമുക്ക് ഇന്നലെ കണ്ടത് അത് ഭയങ്കര സ്പഷ്ടമായിട്ട് ഒരു നല്ല മെസ്സേജ് വരുന്നുണ്ട്. ജനങ്ങൾ ഇന്ത്യയിലെ എല്ലാ മൊത്തം ജനങ്ങള് നരേന്ദ്രമോദിജിക്ക് ഒരു മൂന്നാം തവണ ഒരു ഭയങ്കര ഒരു ഡിസൈസീവ് മാൻഡേറ്റ് ആണ് കൊടുക്കുന്നത്. ഇന്ത്യനെ മുമ്പോട്ട് കൊണ്ടുപോകാനും ഈ 10 കൊല്ലം ഇവിടെ കഴിഞ്ഞ 10 കൊല്ലം ചെയ്ത ഒരു ട്രാൻസ്ഫർമേഷൻ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു നല്ലൊരു മാൻഡേറ്റ് ജനങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്റെ സീറ്റിനെ പറ്റി ചോദിക്കുമ്പോൾ ഞാൻ ഇതാണ് എല്ലാവരോടും പറഞ്ഞത്. നമുക്ക് നാളെ കാണാം തിരുവനന്തപുരത്തെ ജനങ്ങളുടെ തീരുമാനം എന്താണെന്ന് നമുക്ക് നാളെ മനസ്സിലാവും. ഞാൻ ഇവിടെ നന്നായി അധ്വാനിച്ചു, എല്ലാവരെയും അടുത്ത് പോയി എന്റെ ഒരു വിഷനെ പറ്റി, നരേന്ദ്രമോദിജിന്റെ വികസന പുരോഗതിന്റെ വിഷനെ പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ട്, മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നാളെ നമുക്ക് നോക്കാം എന്താണ് റിസൾട്ട്. കേരളത്തിൽ താമര വിരിയുമെന്ന ആ പ്രതീക്ഷ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ടോ? എനിക്കുണ്ട്. അത് കേരളം അങ്ങനെ ഇന്ത്യയിലൊരു നാടല്ലേ. അപ്പോ അങ്ങനെ ഇന്ത്യ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ കേരളയിൽ ഒരു പുരോഗതി വികസനം വേണം, ഇവിടെ ഒരു രാഷ്ട്രീയത്തിൽ മാറ്റം വേണം. അത് ഞാൻ എല്ലാവരും കേട്ടതാണ്. അതുകൊണ്ട് ഒരു ആത്മവിശ്വാസമുണ്ട്. നാളത്തെ റിസൾട്ട് നമുക്ക് കാണാം, എന്നിട്ട് അത് നമുക്ക് മനസ്സിലാക്കാം. ഈ തീരദേശ മേഖലയിൽ നിന്ന് പ്രതീക്ഷിച്ച അത്ര നേട്ടം അവസാന ഘട്ടത്തിൽ ഉണ്ടായില്ല എന്നൊരു വിലയിരുത്തൽ. അതല്ല, ഈ അനാലിസിസ് ഇന്ന് ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ. നമുക്ക് നാളെ നോക്കാം എന്താണ് റിസൾട്ട്. ഏറ്റവും വലിയ എനിക്കും BJPയിലും എല്ലാ പ്രവർത്തകർക്കും എല്ലാം ഏറ്റവും വലിയ ഒരു ഉത്സാഹം, ഒരു ഹാപ്പിനെസ് ഇന്നലത്തെ എക്സിറ്റ് പോൾ കാണുമ്പോൾ ആ മൂന്നാം തവണ നരേന്ദ്രമോദിജിക്ക് ഒരു മാൻഡേറ്റ്, അതും 19-നെക്കാട്ടും ഒരു നല്ലൊരു മാൻഡേറ്റ്, ഡിസൈസീവ് മാൻഡേറ്റ് കിട്ടുന്ന, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഒരു സന്തോഷം. നാളെ ഞങ്ങളുടെ പേഴ്സണലായിട്ട് എന്താണ് സീറ്റിന്റെ റിസൾട്ട് നമുക്ക് നാളെ കാണാം.